ഒരിക്കലും കാലപ്പഴക്കം നേരിടാത്ത സെക്കൻഡ് ഹാൻഡ് ആകാത്ത ഒരു സാധനം യേശു ഈ ഭൂമിയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്നിട്ട് പോയി. അത് തൻ്റെ വലിയ സമാധാനമായിരുന്നു. യേശുവിൻ്റെ അകത്തിരുന്ന സമാധാനം യേശു നമുക്ക് തന്നു. കർത്താവിൻ്റെ അകത്തിരുന്ന സമാധാനം ഇന്ന് നമ്മളാണ് ഈ ഭൂമിയിൽ വഹിക്കുന്നത്. 2, യേശുവിൻ്റെ അകത്തിരുന്ന സമാധാനം അതേ അളവിൽ ഇന്നും ഭൂമിയിലുണ്ട്. നമുക്കത് പ്രാപിക്കാൻ പറ്റും. ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാനും കുറച്ചു നേരം ഒന്ന് റിലാക്സ്ഡ് ആകാനും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ പ്രവചന ദൂത്. ലോകമെങ്ങും എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ രക്ഷകന് കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ഉന്നത നാമത്തിൽ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് സ്നേഹവന്ദനം. യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. മനസ്സിലൊത്തിരി സങ്കടങ്ങൾ തിങ്ങി നിറയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നൊരു പ്രശ്നമാണ്, നമ്മുടെ കൈകാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെ നമുക്ക് തോന്നും. ശരിക്കും ശരീരത്തിലെ ഒരു ബലമില്ലായ്മ നമ്മൾ അനുഭവിക്കും. ഈ കാലിൻ്റെയൊക്കെ മസിലുകളുടെ പെയിൻ അങ്ങ് വല്ലാതെ കയറും. അതോടുകൂടെ ആ മസിലുകൾക്കൊരു ബലക്ഷയമൊക്കെ ഉണ്ടാകും. നമുക്ക് നിൽക്കാൻ വയ്യാത്ത നിലയിൽ നമ്മുടെ ശരീരം താഴെ വീണു പോകുന്ന പോലെയുള്ള ഒരു ഫീലിങ്ങിലേക്ക് നമ്മൾ പോകും. വേറെ ചിലർക്കാണെങ്കിൽ ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ തോന്നും. കാരണം ആ ഒരു സമയത്തെ അവരനുഭവിക്കുന്ന ആ ഒരു വല്ലാത്ത ആന്തരികമായ ആ ഒരു യുദ്ധം, സമ്മർദ്ദം, അതിനെ ഒന്ന് ഇറക്കി വെക്കാൻ ശരീരം എന്തെങ്കിലുമൊക്കെ പരിപാടി കാണിക്കും. മുന്നോട്ട് പോയാൽ അപകടമാണെന്നറിയാം. അതുകൊണ്ട് ആ ഒരു മുന്നോട്ട് വിടാതെ നമ്മളെ ബോഡി ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ തടഞ്ഞു പിടിക്കുന്നത്. അന്നേരമൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കൂടെ ഇരിക്കാനും ഒന്ന് കേൾക്കാനും ഒന്ന് പ്രാർത്ഥിക്കാനും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ്. ഏറ്റവും വലിയ സംഘർഷങ്ങൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ കൂട്ടുകാരെ തിരയും. സ്നേഹം ഒന്ന് പങ്കുവെക്കാനും നമ്മളെ ഒന്ന് മനസ്സിലാക്കാനും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനോ ആശ്വസിപ്പിക്കാനോ ഒന്നും ചെയ്തില്ലെങ്കിൽ കൂടി ഒന്ന് ഇരിക്കാൻ പറ്റുന്നൊരു മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള വല്ലാത്ത ഒരു ആഗ്രഹം നമ്മുടെ അകത്ത് തിങ്ങി നിറയും. ഇത് കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഹൃദയങ്ങളെ കർത്താവിനെ കാണിക്കുന്നുണ്ട്. വിങ്ങിപ്പൊട്ടി, പക്ഷെ കരച്ചിൽ പുറത്ത് കാണിക്കാൻ പറ്റുകയില്ല. ഉള്ളിലിങ്ങനെ കരച്ചിലുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി കണ്ണിങ്ങനെ ചുമന്ന് നനഞ്ഞു വരുമ്പോഴേക്കും ഒരു വിധത്തിൽ അതിനിങ്ങനെ പിടിച്ചു നിർത്തി ഇങ്ങനെ ഒരു പൊട്ടാൻ തയ്യാറായി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ ഇങ്ങനെ പുകഞ്ഞ് നിൽക്കുന്ന കുറേ ഹൃദയങ്ങളെ യേശുവിനെ കാണിക്കുകയാണ്. എൻ്റെ കർത്താവ് പറയാ, സമാധാനം തരാനാണ് ഞാൻ വന്നത്, ഞാൻ സമാധാനിപ്പിച്ചിട്ടേ ഇന്ന് പോകൂ. ഇനി നിന്റെ മനസ്സിങ്ങനെ കിടന്ന് കത്തി ജ്വലിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, ചേർത്ത് പിടിക്കണോ, കൂടെ ഇരിക്കണോ, ഒപ്പം നടക്കണോ, നിങ്ങളോട് സംസാരിക്കണോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? വിഷമിക്കാതിരിക്കൂ. കുറച്ചു നേരം ഈ ദൈവവചനം കേൾക്കൂ. പ്ലീസ്, കർത്താവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ദയവായി ഇച്ചിരി സമയം തരൂ. നിങ്ങളുടെ മനസ്സിനെ കർത്താവ് വല്ലാതെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. മതി കരഞ്ഞത്, മതി വിഷമിച്ചത്. ആ കാര്യം കർത്താവ് ഇന്ന് പരിഹരിക്കും. യേശു പറയുന്നു, സമാധാനം ഞാൻ തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഒരാള് യാത്ര പോകുന്ന സമയത്ത്, ഇനിയും പുള്ളി ഈ നാട്ടിലേക്കില്ല, അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തു, അത് ഫോണാകാം, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാമറയാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വണ്ടിയാകാം, ഇത് നമുക്ക് തന്നേച്ചു പോവാ, ഇത് വെച്ചോ, ഞാൻ പോവാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇത്രയും കാലം കയ്യിൽ വെച്ച ഒരു സംഗതി നമുക്ക് ഉപയോഗിക്കാൻ തരുന്നത് പോലെയുള്ളൊരു സമ്പ്രദായം ഇവിടെ യേശു പറയുന്നത്. എൻ്റെ സമാധാനം ഞാൻ തന്നേച്ച് പോവുക ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരികയാണ്. അതുകൊണ്ട് ഇതും കൊണ്ട് തിരിച്ചങ്ങോട്ട് പോകുന്നില്ല, ഇത് ഇവിടെ തന്നിട്ട് പോവുക. കഴിഞ്ഞ 10-33 വർഷം എന്നെ ഞാനാക്കിയ സമാധാനം, എൻ്റെ അകത്ത് ഞാൻ കൊണ്ടു നടന്ന ആ ഒരു സമാധാനം ഞാനത് നിങ്ങൾക്ക് തരികയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ഞാൻ പറയട്ടെ, ഇന്നും ആ സംഭവം ഭൂമിയിലുണ്ട്. ഉണ്ട്. യേശു ഇതുവരെയും അത് പിൻവലിച്ചിട്ടില്ല. തൻ്റെ സമാധാനം യേശു ഭൂമിയിൽ നിന്ന് ഇതുവരെയും പിൻവലിച്ചിട്ടില്ല. അത് ഭൂമിയിൽ ഇപ്പോഴും ലൈവാണ്. നമ്മൾ ചിന്തിക്കും, നമ്മൾ മീറ്റിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ശുശ്രൂഷകൾ കേൾക്കുമ്പോൾ, കുറച്ച് ഫാസ്റ്റ് ചെയ്യുമ്പോൾ, കുറെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളുടെ ജീവിതത്തിന്റെ അടിയന്തര ഘട്ടങ്ങളിൽ നമ്മൾ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാത്തപ്പോഴും നമ്മളെ ചേർത്ത് പിടിക്കും. ചിലപ്പോൾ നമ്മൾ ഒരുക്കത്തോടൊന്നും ആയിരിക്കത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയോ വലിയ വചനവായനയോ പരിപാടിയോ ഒന്നും ഇല്ലാതെ ഇച്ചിരി കർത്താവുമായിട്ട് അകന്നൊക്കെ നടക്കുന്ന സമയത്തായിരിക്കും. എന്നാലും കെട്ടിപ്പിടിച്ചു കളയും, നമ്മളെ ചേർത്ത് പിടിച്ചു കളയും, നമ്മളെ അങ്ങ് സ്നേഹം കൊണ്ട് അങ്ങ് തോപ്പിച്ചു കളയും. അത്രത്തോളം സ്നേഹവും ആർദ്രതയുമാണ് ദൈവത്തിന് നമ്മളോട്.
ഇന്നത്തെ ഈ പ്രവചനദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ കൂടപ്പിറപ്പുകളോടും ഞാൻ പറയട്ടെ, നിങ്ങളെ തൻ്റെ സ്നേഹത്തോട് ചേർത്ത് വെച്ച് ഒന്നുകൂടെ മുറുക്കെ പിടിക്കാൻ, അല്പം കൂടെ നിങ്ങളോടൊന്ന് ചേർന്ന് നിൽക്കാൻ കൊതിക്കുകയാണ് ദൈവത്തിൻ്റെ ഹൃദയമെന്ന്. യേശു ഇവിടെ പറയുന്നൊരു കാര്യം, എൻ്റെ സമാധാനം ഞാൻ തരികയാണ്, നിങ്ങൾക്ക് തരികയാണ്, ഞാൻ തന്നേച്ച് പോവുകയാണ്. കർത്താവ് പോകുന്ന സമയത്ത് കർത്താവ് നമുക്ക് തന്നതായ അത്യപൂർവങ്ങളായ ചില യേശുവിന്റെ കയ്യിലിരുന്ന സാധന സാമഗ്രികളിൽ ഒന്നാണ് ഈ സമാധാനം എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ വൈകുന്നേരം സൂമിൽ ഈ കാര്യം ഒന്ന് സംസാരിച്ചപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഈ സന്ദേശം എനിക്ക് കേട്ടേ പറ്റത്തുള്ളൂ, എനിക്ക് ഒന്നുകൂടെ കേൾക്കണം, എനിക്ക് വേണ്ടി ഒന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. സത്യത്തില് ഞാൻ അന്നേരം ഇന്നത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നേരമാണ്. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്നെ ഹേമിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ പറയാനും തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കാനും ഒക്കെ ഉള്ളതായ ഒരു നിർദ്ദേശം ഇങ്ങനെ കർത്താവിൽ നിന്ന് ഇങ്ങനെ പ്രാപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കോൾ ഇങ്ങനെ 2-3 തവണ വരുന്നത്. പിന്നെ അത് എടുത്തു, സംസാരിച്ചു. അന്നേരം പറഞ്ഞു, പക്ഷേ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞ ആ കാര്യം ഒന്നുകൂടെ കേൾക്കണം, പറഞ്ഞേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ഇന്ന് പ്രവചനദൂതിൽ കർത്താവ് അതാണ് എന്നോട് പറയാൻ പറഞ്ഞത്. പക്ഷെ ആ മെസ്സേജ് അല്ല, അതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യം മാത്രമാണ്. യേശുവിന്റെ കയ്യിലിരുന്ന ആ ഏറ്റവും വിലപിടിപ്പുള്ളൊരു സാധനം യേശു നമ്മുടെ കയ്യിൽ തന്നിട്ടാണ് പോയേക്കുന്നത്. അത് സമാധാനമാണെന്ന് ഞാൻ പറഞ്ഞു. യേശുവിന്റെ സമാധാനത്തെ കെടുത്താൻ ലോകത്തൊന്നിനും ആയില്ല, ഒന്നിനും. ദാരിദ്ര്യത്തിന് പറ്റിയില്ല. യേശുവിന്റെ സമാധാനത്തെ നശിപ്പിക്കാൻ പിശാച് പഠിച്ച പണി 18 നോക്കി, അവനെ കൊണ്ട് പറ്റിയില്ല. യേശുവിന്റെ സമാധാനത്തെ കെടുത്താൻ ആ നാട്ടിൽ ജീവിച്ചിരുന്ന സകല മനുഷ്യരുടെയും ബഹുഭൂരിപക്ഷം ആൾക്കാർ ഒന്നിച്ചു നോക്കി, നടന്നില്ല. യേശുവിന്റെ സമാധാനത്തെ ഇല്ലാതാക്കാൻ സാത്താൻ ഭീഷണിയുമായിട്ട് വന്നു. യേശു പേടിച്ചില്ല. യേശുവിന് തന്റെ അകത്തെ സമാധാനം പ്രതി കുരിശിനെ പേടിയില്ലായിരുന്നു. കയ്യിൽ ആണിയടിക്കുമെന്ന് പറയുമ്പോൾ അയ്യോ എന്നും പറഞ്ഞ് പേടിച്ചു പോകുന്ന പരിപാടി കർത്താവിനില്ലായിരുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം താൻ സമാധാനത്തിന്റെ വലിയ സമ്പന്ന അവസ്ഥയിൽ തന്റെ ഹൃദയത്തെ സ്ഥിരപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? സമാധാനത്തിന്റെ ഏറ്റവും സമ്പന്ന അവസ്ഥയിൽ ഭൂമിയിൽ ജീവിച്ച ഒരേ ഒരാൾ കർത്താവായ യേശുവായിരുന്നു. സമാധാനത്തിന്റെ ഏറ്റവും പാരമ്യതയിൽ ജീവിച്ച ഒരാൾ. ഇതിന്റെ കാരണം, എൻ്റെ കയ്യിൽ ധനവും വരുമാനങ്ങളും ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ പണത്തിൽ സമ്പന്നനായിരിക്കും. എൻ്റെ കയ്യിൽ എപ്പോഴും ഒരു പുസ്തകമുണ്ട്, ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ വളരെ ഭാവനാ സമ്പന്നനായിരിക്കും, അറിവിൽ ഞാൻ സമ്പന്നനായിരിക്കും. അനുഭവ പരിജ്ഞാനത്തിൽ സമ്പന്നരായ മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും ഓരോ നിലയിലാണ് സമ്പന്നരായിരിക്കും. യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അകം മുഴുവൻ ദൈവപിതാവിൽ നിന്നും തനിക്ക് കിട്ടിയ ആ സമാധാനത്തിന്റെ തീവ്രത കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയായിരുന്നു. യേശുവിന്റെ അകത്തെ സമാധാനത്തിന്റെ കടലിനെ പറ്റിക്കാൻ, അത് വറ്റിച്ച് കളയാൻ, അതിനെ ഉണങ്ങിയ നിലമാക്കാൻ ലോകത്തൊന്നിനെയും കൊണ്ടും കഴിഞ്ഞില്ല. മരണത്തിന് പറ്റിയില്ല. ലാസറിന്റെ കല്ലറയ്ക്കോ ലാസറിന്റെ ചീഞ്ഞു നാറിയ അവസ്ഥയ്ക്കോ യേശുവിന്റെ സമാധാനത്തെ കെടുത്താൻ പറ്റിയില്ല. ഈ യേശുവിനെ യേശുവാക്കിയ കാറ്റും കടലും ഇളകി മറിഞ്ഞു വരുമ്പോൾ എല്ലാവരും കിടന്ന് നിലവിളിക്കുന്ന ആ ഒരു സമയത്ത് തെല്ലും പരിഭ്രമം കൂടാതെ അമരത്ത് തലയണ വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങിയ യേശു ഉണർന്നെണീറ്റ് കാറ്റിനെയും കടലിനെ ശാസിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ യേശുവിന്റെ അകത്തെ സമാധാനത്തെ തൊടാൻ ഇതിനെ കൊണ്ടൊന്നും പറ്റിയില്ല. ഈ രീതിയിൽ, ഈ റേഞ്ചിൽ, ഈ അളവിൽ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണമെന്നാണ് ദൈവപിതാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം യേശുവിന് അറിയാവുന്നത് കൊണ്ട് യേശു തൻ്റെ സമാധാനം നമുക്ക് തന്നിട്ടാണ് പോയത്. ഞാൻ ആത്മാവിൽ അറിയുന്നു, നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ചില ആങ്സൈറ്റികൾ വിട്ടുമാറുകയാണ്. ചില 3 ഡിപ്രഷൻ പേഷ്യൻസ് ഇന്നത്തെ ശുശ്രൂഷയിൽ സൗഖ്യമാകുമെന്ന് കർത്താവിനോട് പറയുന്നുണ്ട്. നിങ്ങൾ നാളുകളായി മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളാണെങ്കിൽ ഇനി നിങ്ങളുടെ അകത്ത് അത് വരാതെ വണ്ണം, നിങ്ങളുടെ മനസ്സിന്റെ താളം തെറ്റാതെ വണ്ണം കർത്താവ് നിങ്ങളെ ഇന്ന് തൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കുകയാണ്. യേശുവിൻ്റെ സമാധാനം യേശു നമുക്ക് തരികയാണ്. യേശുവിൻ്റെ അകത്തിരുന്ന അതേ അളവിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ അകത്തോട്ട് കയറുക. എൻ്റെ സമാധാനം ഞാൻ നിനക്ക് തരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ വരുമ്പം ആ പോട്ടെ, സാരമില്ല, വിട്ടുകള, അല്ലെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു ആശ്വാസത്തിൻ്റെ ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ. ഈ കേസ് കെട്ടാണ് ദൈവം തരുന്ന സമാധാനം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവം നൽകുന്ന സമാധാനത്തിന്, നമ്മൾക്കിപ്പോൾ ഒരു പ്രോബ്ലത്തിലാണ്, നമ്മൾ അനുഭവിക്കുന്ന ദൈവിക സമാധാനത്തിന്
അതിന്റെ കാരണം എന്താണെന്നോ, ഇത് എങ്ങനെ ഇത്ര സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നതോ എത്ര ചിന്തിച്ചാലും മനസ്സിലാകുകയില്ല. അതുകൊണ്ടാണ് വേദപുസ്തകം അതിനെ ബുദ്ധിക്കതീതമായ സമാധാനമെന്നും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനമെന്നും വിളിക്കുന്നത്. നാളെ നിന്നെ കൊല്ലൂ എന്ന് പറയുന്നു. ഇന്ന് രാത്രി ആ മനുഷ്യൻ സുഖമായിട്ട് കിടന്നുറങ്ങുക. ഒന്നോർത്തു നോക്കണം ആ ഒരു മാനസികാവസ്ഥ. നാളെ പൈസ കൊടുക്കാനുള്ളവന്റെ മുഖം കാണേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോൾ മുട്ടുകൂട്ടിയിടിക്കുന്ന ആ ഒരു അവസ്ഥ എങ്ങനെ ഫേസ് ചെയ്യുമെന്നോർത്ത് വേദനിക്കുന്ന നിങ്ങളെ നോക്കി കർത്താവ് പറയാ, നിങ്ങളുടെ മനസ്സിന്റെ അവസ്ഥയ്ക്കകത്തും ദൈവത്തിന്റെ സമാധാനം വാഴാൻ ഇറങ്ങി വരികയാണ്. ഇനി നിങ്ങളുടെ കുടുംബം ഒരു അസമാധാനത്തിന്റെ കൂത്തരങ്ങായിരിക്കത്തില്ലെന്ന്, നിങ്ങളുടെ വീടിന്റെ അകത്ത് സമാധാനത്തെ ദൈവം സ്ഥാപിക്കാൻ പോവുകയാണ്. സമാധാനത്തിന്റെ നായകൻ, സമാധാനത്തിന്റെ ദൈവം, സമാധാനത്തിന്റെ പ്രഭു കർത്താവായ യേശുവാണ്. യേശു ഇത് അനുഭവിച്ച അളവിൽ ആരും അനുഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു. യേശു അനുഭവിച്ച അളവിൽ ആത്മനിറവ് ആരും അനുഭവിച്ചിട്ടില്ല. യേശു അനുഭവിച്ച അളവിൽ ദൈവസ്നേഹം ആരും അനുഭവിച്ചിട്ടില്ല. യേശു അനുഭവിച്ച അളവിൽ സമാധാനവും ആരും അനുഭവിച്ചിട്ടില്ല. എന്നാൽ ഇത് അനുഭവിപ്പാൻ യേശു നമ്മൾക്ക് അവസരം തരികയാണ്. നമ്മുടെ ഇന്നത്തെ ലൈഫിലെ A to Z കാര്യങ്ങളെയും സമാധാനത്തിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് തയ്യാറാകാം. ഇതുണ്ടെങ്കിൽ എന്താണ് ഗുണം? നമ്പർ 1, നിങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾക്ക് വില മതിക്കും. നിങ്ങളുടെ ദാമ്പത്യ വിഷയങ്ങളെ നിങ്ങൾ പറഞ്ഞ് രമ്യതയിലെത്തിക്കും. പിണങ്ങിയിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പിന്നെ കൈപ്പോടെ നോക്കാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യപ്പെടും. നമ്പർ 3, കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയിൽ നിന്ന് ഫാമിലി ലൈഫുകൾ രക്ഷപ്പെടും. 4, അനാഥരായി പോകുന്ന കുഞ്ഞുങ്ങൾ അപ്പൻ ഒരിടത്തും അമ്മ ഒരിടത്തും വേർപിരിഞ്ഞ് നിൽക്കുന്നിടത്ത് അടുത്തയാൾ അവരുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തകർന്നു പോകുന്ന നുറുങ്ങുന്ന ബാല്യങ്ങളെ രക്ഷിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ അമിതമായ ലിസ്റ്റിന്, ലൈംഗിക ആസക്തിക്ക് വിധേയരാകുന്നത്. എനിക്കൊരു സമാധാനവുമില്ല. ആ വ്യക്തികൾ വളരെ വലിയ തോതിൽ വൈകാരികമായി ചൂഷണം ചെയ്യപ്പെട്ടിരിക്കും. അതിന്റെ അർത്ഥം അവർ മറ്റു വ്യക്തികളുമായിട്ട് അത്തരം കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. അവർ ആ ഒരു പ്രഷർ അവരുടെ ബോഡിയിൽ അനുഭവിക്കും. ഇത് മറികടക്കണമെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആ റിയൽ ഹോളിനെസ് ലൈഫ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അകത്ത് വലിയ സമാധാനം തിങ്ങി നിറഞ്ഞിരിക്കണം. എനിക്ക് പറ്റുന്നില്ല, എന്നെ കൊണ്ട് നടക്കത്തില്ല, ആകമാനം, ടെൻഷൻ, കോപം, വല്ലാതെ ഇല്ല എറിഞ്ഞു പൊട്ടിക്കാൻ നിങ്ങളുടെ അകത്ത് തിങ്ങി നിറയുന്ന കോപത്തിന്റെ പുറകിൽ നിങ്ങളെ വല്ലാതെയിട്ട് വലയ്ക്കുന്ന സമാധാന കേടുണ്ട്. അവിടെ നിങ്ങൾ എത്ര കണ്ട് മോട്ടിവേറ്റഡ് ആയാലും ഈ സാധനം നിങ്ങളെ വിട്ട് പോത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ നിങ്ങൾക്ക് ട്യൂൺ ചെയ്യപ്പെട്ട് വരണമെങ്കിൽ നിങ്ങളുടെ അകത്ത് ഇത് കയറണം. യേശുവിൽ ഇരുന്ന അളവിൽ നിങ്ങളുടെ അകത്തോട്ട് ഇത് കയറിയാൽ നിങ്ങൾ ആള് മാറും. എന്തുകൊണ്ടാ പൊട്ടിത്തെറിക്കുന്നത്? സമാധാനമില്ലാത്തതുകൊണ്ടാ. എന്തുകൊണ്ടാ ബുദ്ധി തെളിയാത്ത? സമാധാനമില്ലാത്തതുകൊണ്ടാ. എന്താ ആലോചിച്ചിട്ട് ഒരു പ്ലാൻ കിട്ടാത്ത? സമാധാനമില്ലാത്തതുകൊണ്ടാ. എന്തിനാ ഭാര്യയുടെ വഴക്കുണ്ടാക്കുന്നത്? എന്തിനാ ആ മനുഷ്യനെ വേണ്ട മെക്കിട്ട് കയറാൻ പോകുന്നത്? സമാധാനമില്ലാത്തതുകൊണ്ടാ. വീക്കാ വളരെ. എന്നാൽ ഈ ഒരു പോർഷനിൽ യേശു പറയുന്നു, എന്റെ സമാധാനത്തിന് നിന്റെ അകത്ത് കയറാൻ താല്പര്യമുണ്ട്. എന്റെ സമാധാനം എന്നിലിരുന്ന അതേ അളവിൽ നിന്റെ അകത്ത് ആയിത്തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യേശുവുള്ള വീട്ടിൽ എന്ത് നടക്കുമോ, യേശുവിനുള്ള സമാധാനം കൈക്കൊണ്ടവന്റെ വീട്ടിലും അത് തന്നെ നടക്കും. ജീസസ്. മോശയുടെ മുമ്പിൽ കടലുകൾ പിളർന്നു, മോശയുടെ മുമ്പിൽ അത്ഭുതങ്ങൾ നടന്നു. അതിന്റെ കാരണമായി ദൈവം ഒരു കാര്യം പറയുന്നു, ഭൂതലത്തിലെങ്ങും എന്റെ ദാസനായ മോശയെ പോലെ സൗമ്യനായ ഒരു വ്യക്തിയെ കയറി കിട്ടത്തില്ല. അർത്ഥം ആ സൗമ്യത എന്ന് പറയുന്നത് പീസ് ഓഫ് മൈൻഡിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. വലിയ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നോട്ടോ. നിങ്ങളുടെ അകത്തുനിന്ന് ടെൻഷൻ എല്ലാം ഇറങ്ങിപ്പോവുക. ഭയങ്കരമായ തോതിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി നിൽക്കുകയാണ് ഇപ്പോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ ഒരാൾ എന്നെ കാണാൻ വന്നു, ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിനോട് പറഞ്ഞു, പാസ്റ്ററെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഈ ബിസിനസ് ഫ്ലോപ്പായി പോകുമോ എന്നുള്ള ഭയമാണ് എനിക്ക്. യേശുവിന്റെ ഉദ്യമത്തിൽ നിന്ന് യേശുവിനെ പേടിപ്പിക്കാൻ സാത്താൻ 1000 അല്ല 10,000 അല്ല ലക്ഷക്കണക്കിന് ടൈം ശ്രമിച്ചു നോക്കി, നടന്നില്ല. കാരണം യേശുവിൻ്റെ അകത്ത് പിതാവുമായുള്ള ബന്ധത്തിലുള്ള തീവ്രമായ സമാധാനത്തെ ഭേദിക്കാൻ മറ്റൊന്നിനും കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തൽക്കാലം പേടിക്കാൻ യേശുവിനെ കിട്ടത്തില്ലെന്നുള്ള കാര്യം പിശാചിന് നന്നായിട്ട് അറിയാമായിരുന്നു. യേശുവിൻ്റെ അകത്തിരുന്ന സമാധാനം അതുപോലെ എൻ്റെ അകത്ത് വേണം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ കിരീടം വെക്കും, ഈ സാധനം നിങ്ങളുടെ അകത്ത് വന്നാൽ സമ്പത്ത് നിങ്ങളുടെ അകത്ത് കയറും.
ചില വസ്തു മേടിക്കാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരിക്കുന്ന കേസ് കിട്ടാണെങ്കിൽ സൗമ്യതയുള്ളവർ ഭൂമി അവകാശമാക്കും. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ സ്വസ്ഥതയും സൗമ്യതയും ഈ പീസ് ഓഫ് മൈൻഡിന്റെ ബൈ പ്രോഡക്റ്റാ കിട്ടും. സമാധാനം അകത്ത് നിറഞ്ഞാൽ നിങ്ങൾ ഈ ഭൂമിയിൽ രാജാവായി മാറും. ഉറപ്പായ കാര്യമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? അപ്പാ, ഇന്നത്തെ പ്രവചന ദൂത് ഞങ്ങളുടെ ഉള്ളിലെ വല്ലാത്ത കോളിളക്കമുണ്ടാകുന്ന സംശയങ്ങളെയും കൊടുങ്കാറ്റുകളെയും യേശുവിൻ നാമത്തിൽ ശാസിച്ചിരിക്കുകയാണ്. ഇനി അതിനെ ഓർത്ത് കരയണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. ഇനി നിന്റെ വീടിനകത്ത് ഇത് നീ കാണത്തില്ലെന്ന് യേശു സംസാരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ സവിസ്തരമായി അനുഗ്രഹിച്ചുയർത്തുന്ന ദൈവിക സമാധാനത്തിന്റെ ഒരു വാഴ്ച നിങ്ങളുടെ മേൽ ഇറങ്ങുകയാണ്. ശരീരങ്ങളുടെ മേലുള്ളതായ എല്ലാ കെടുതികളെയും ദൈവാത്മാവ് അഴിച്ചു മാറ്റുന്നു. ഞാനിപ്പോ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തെ ചിലരുടെ ശരീരത്തുനിന്ന് ഭൂതാത്മാക്കൾ വിട്ടുമാറിപ്പോ പേടിക്കേണ്ട കേട്ടോ. നിങ്ങളിപ്പോൾ അതിൽ നിന്ന് സ്വതന്ത്രരാകും. യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറിപ്പോകട്ടെ. ശരീരങ്ങൾ വിട്ടുവെക്കപ്പെടട്ടെ. ജീവിതങ്ങൾ നന്മകൾ കൊണ്ട് നിറയട്ടെ. ബ്ലോക്കായി കിടക്കുന്നൊക്കെ റിലീസാകട്ടെ. ഇനി ചോദ്യങ്ങളില്ല, ഇനി അതിൻ്റെ മേലെ ആക്ഷനുകളാണ്. ദൈവപ്രവൃത്തി നടക്കുന്നതിനായി സ്തോത്രം. അപ്പോൾ അവരുടെ മക്കളെ ഞാൻ അനുഗ്രഹിക്കുന്നു. ഈ പകൽ ഇവരുടെ ലൈഫിൽ ഭയങ്കരമായൊരു നന്മ അനുഗ്രഹം നിറഞ്ഞിരിക്കാൻ സ്തോത്രം. വലിയ ദൈവിക സമാധാനം ഇവരുടെ മേൽ നിറഞ്ഞിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, നല്ല ശക്തമായ നിലയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രവചനത്തിൽ നമുക്ക് പിന്നെയും കാണാം. അതുവരെ യേശുപ്പയുടെ സ്നേഹത്തിന്റെ ചിറകിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാം. ഈ 13-ാം തീയതി സെക്കൻഡ് സാറ്റർഡേ പെരുമ്പാവൂർ നമ്മുടെ വിടുതൽ ശുശ്രൂഷ നടക്കുന്നു. പെരുമ്പാവൂർ YMCA ഹാളിൽ നിങ്ങൾ വരണം. എല്ലാ ഞായറാഴ്ചയും കോട്ടയം IMA ഹാളിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുന്നു. നേരിൽ കാണാൻ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവം ഒരുക്കുന്ന നല്ല നല്ല അവസരങ്ങളാണിത്. വരിക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.